കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുന്നായിരുന്നു ബിറ്റ് കോയിൻ ബൗൺസ് ആവാൻ പോവുകയാണ്. ഈ ഒരു 67 റേഞ്ചിൽ 4 ഹവറിൽ എത്തുമെന്ന് ഞാൻ പറഞ്ഞത്. സോ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ നൗ ഇൻ ഗുഡ് പ്രോഫിറ്റ്. വെൽക്കം ടു ക്രിപ്റ്റോ മച്ചാൻ ന്യൂ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഴയ അപ്ഡേറ്റിൻ്റെ ഒരു ബാക്കി ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ അപ്ഡേറ്റിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ പഴയ ട്രാക്ക് റെക്കോർഡ് ഞാനൊന്ന് പറഞ്ഞുതരാം, എന്തൊക്കെ സംഭവിച്ചു, ആക്ച്വലി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അടുത്ത 2 മിനിറ്റിനുള്ളിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 അവർ ചാർട്ടിൽ 4 അവർ ചാർട്ടിൽ ഈ ഒരു 65-200 മുകളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈമിലോട്ട് നിങ്ങൾക്കൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 67ലോട്ട് ഇത് ഷാർപ്പായിട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി നമ്മൾ നേരെ 67ലോട്ട് ഒരു ചെറിയ ഒരു റീടെസ്റ്റ് തന്നിട്ട് 67ലോട്ട് പോയിട്ടുണ്ട്. സോ അതെന്തായാലും ഡൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ അതേ വീഡിയോയിൽ പറഞ്ഞത് ഡെയിലി ചാർട്ടിൽ 65-200 മുകളിൽ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്രേക്കും ക്ലോസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ 68-69 അവിടുന്ന് പിന്നീട് മോർ അപ്സൈഡ് നമ്മുടെ ഈ ഒരു മെയിൻ ട്രെൻഡിൻ്റെ സൈഡ് വേ മെയിൻ ട്രെൻഡിൻ്റെ സൈഡ് വേയുടെ ഈ ഒരു ഹാഫ് പോർഷൻ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ലെവലിൽ ട്രേഡ് ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ അന്നത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ക്ലീൻ ക്ലോസ് ആണ് കിട്ടിയത് 66 റേഞ്ചിൽ. സോ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഇവിടുന്ന് 68-69 റേഞ്ചിലോട്ട് പോവുകയും അവിടുന്ന് പിന്നീട് കുറച്ച് ഒരു ചെറിയ ഒരു സഡൻ ക്രാഷ് കിട്ടിയിട്ട് ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് പോലെ തന്നിട്ട് നമ്മൾ 68-69 സ്ലോലി ബ്രേക്ക്ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സിനാരിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു മൈ പ്രിഡിക്ഷൻ അതാണ് ഉള്ളത്. ഇനി നമ്മൾ മൈക്രോ ടൈം ഫ്രെയിമിലെ 4 അവർ ചാർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ടാർഗറ്റായ 67 റേഞ്ച് ഹിറ്റ് ചെയ്തു. സോ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു മൈക്രോ ടൈം ഫ്രെയിമിൽ 4 അവറിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പല ടൈം ഫ്രെയിമും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 4 അവറിൽ നമുക്ക് മൊമെൻറ്റം ഇത്തിരി, അതായത് ഈ ഒരു ബുള്ളിഷിൻ്റെ മൊമെൻറ്റം ഇത്തിരി സ്ലോ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുന്ന് അപ്സൈഡ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ചെറിയ ഒരു സഡൻ ആയിട്ടുള്ള വരും ദിവസങ്ങളിൽ വീക്കെൻഡിന് ശേഷം നമ്മൾ ഫർദർ അപ്സൈഡ് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു സഡൻ ആയിട്ടൊരു ചെറിയ റീട്രേസ്മെൻറ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളൊരു പുതിയ ട്രേഡ് ഈ മൈക്രോ ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഡിപ്പിനായിട്ട് കാത്തിരിക്കുക. ഓരോ ഡിപ്പും നിങ്ങളുടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 4 അവർ ചാർട്ടിൽ ഡെയിലി ചാർട്ടിൽ ഞാൻ പറഞ്ഞ ആ ഒരു പ്രഡിക്ഷൻ ഇപ്പോഴും പെൻഡിങ് ആണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ ഇപ്പം 4 അവർ ചാർട്ടിൽ മൊമെൻറ്റം സ്ലോ ആണ്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മാർക്കറ്റിലോട്ട് നല്ല രീതിയിൽ വീണ്ടും ഈ ഒരു നമ്മുടെ ആ ഒരു CPI ഡേറ്റ് അനൗൺസ് ചെയ്ത സമയത്തുള്ള പോലുള്ളൊരു സ്ട്രോങ് മൊമെൻറ്റം വീണ്ടും വരുന്നതായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ബിറ്റ് കോയിനിലെ അപ്ഡേറ്റ്. ഞാൻ ഈ പറയുന്നത് പുള്ളി സിനാരോയുടെ മാത്രമുള്ള അവസ്ഥയാണ്. ഇൻ കേസ് ഇത് ഇൻവാൽഡ് ആവുന്ന സിനാരോ ഇപ്പം എന്തായാലും ഇല്ല. ഇൻവാൽഡ് ആവുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേഞ്ചുകൾ മാത്രമാണ് ആ ഒരു ഇൻവാൽഡേഷൻ സോൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതിലിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഡിപ്പ് നിങ്ങളുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഇതനുസരിച്ച് നിങ്ങളൊരു ട്രേഡ് പ്ലാൻ എടുക്കുക. ഷോർട്ട് ടൈമിലോട്ട് നിങ്ങളൊരു പൊസിഷൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഇനിയുള്ള ട്രേഡുകളിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ കളിക്കുക, നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച്. ഇതാണ് ബിറ്റ് കോയിൻ്റെ അപ്ഡേറ്റ് 4 അവറിലും ഡെയിലിയിലും. 4 അവറിൽ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 4 അവറിൽ ഇനി നമുക്ക് കിട്ടാവുന്ന ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു റീട്രേസ്മെൻറ്റ് ചെന്നിട്ട് ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡെയിലി ചാർട്ടിൽ നല്ല രീതിയിൽ നമുക്ക് ഇനി ഫർദർ മൂവ്മെൻറ്റ് വരും. പക്ഷേ അതിൽ നമുക്കിപ്പം മൊമെൻറ്റം വീക്കായിട്ടാണ് കാണിക്കുന്നത്. സോ അതൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും പഴയ രീതിയിൽ മൊമെൻറ്റം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ബിറ്റ് കോയിൻ്റെ അപ്ഡേറ്റ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഷോർട്ട് ടൈം മാത്രമാണ്. നമ്മളുടെ മെയിൻ ഡെയിലി ചാർട്ട് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ബോക്സിനകത്ത് തന്നെയാണ്, അതായത് ഒരു സൈഡ് വേ മൂവിനകത്താണ്. നിങ്ങൾ അതുകൊണ്ട് ബുള്ളിഷ് ആവല്, ഗ്രീഡി ആകരുത്. ഡെയിലി ചാർട്ടിൽ നോക്കുമ്പം നമ്മൾ ഈ ഒരു ബോക്സിനകത്താണ്. ഇവിടുന്ന് നമ്മളൊരു ബ്രേക്കൗട്ട് വേണ്ടി കാത്തിരിക്കുവാണ്. ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു അടുത്തൊരു മെഗാ ഫേസിലോട്ട്, അടുത്തൊരു മെഗാ ബുൾ റണ്ണിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ ഒരു ട്രെൻഡ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് വരാം. കാര്യം
അടുത്ത മാസം എന്ന് പറയുന്നത് ബിറ്റ്കോയിനിലെ എത്തേറിയത്തിലൊക്കെ നമ്മുടെ ETF-ന്റെ ഡിസിഷൻ അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അന്ന് നമുക്കൊരു അപ്രൂവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷാണ്. പ്രത്യേകിച്ച് എത്തേറിയത്തിൽ ബെസ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എത്തേറിയം അക്കുമുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്തേറിയം അക്കുമുലേറ്റ് ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ ETF അപ്രൂവ് ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ ഓൾറെഡി ട്രോണിൻ്റെ ഫൗണ്ടേഴ്സ് ബൾക്ക് രീതിയിൽ എത്തേറിയം ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വെയിൽസ് എല്ലാം പ്ലേകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൺ ചെയിൻ്റെ അതിൻ്റെ അമ്മമാരുടെ എന്താ പറയുക ആ ഒരു ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എത്തേറിയം 2800 ഉള്ളപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഇതുവരെ എത്തേറിയം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, ഒരു ലോങ് ടൈം ട്രേഡർ എന്ന രീതിയിൽ എത്തേറിയം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്തേറിയം വാങ്ങിക്കേണ്ടതാണ്. എത്തേറിയം ഇപ്പോഴും ചീപ്പാണ്. ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എത്തേറിയത്തിലും കമ്മിറ്റ് ചെയ്യാം, എത്തേറിയം വാങ്ങിക്കാം. ഓക്കെ, അതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അൾട്ട് കോയിൻ അപ്ഡേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തന്നെയാണ്. പക്ഷേ ഇനി അൾട്ട് കോയിൻ നിങ്ങൾ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക. ഒരു ഡിപ്പ് ഈ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം ഒട്ടുമിക്ക അൾട്ട് കോയിനും ബൗൺസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ONDO, സൊലാനോ ഇതിൽ നിന്ന് ഫ്ലോ എന്തായാലും അതിനകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അൾട്ട് കോയിൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ എന്താ പറയുക, ടോപ്പ് ആയിട്ടുള്ള അൾട്ട് കോയിൻ, മേജർ ആയിട്ടുള്ള 10-15 സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അൾട്ട് കോയിനിൽ നല്ല നിങ്ങൾക്കൊരു സാധ്യത തോന്നുന്നുള്ളത് വാങ്ങിക്കാം. അതിൽ താഴെയുള്ളത് വാങ്ങിക്കുന്നത് റിസ്ക് ആണ് ഇനിയുള്ള സാഹചര്യത്തിൽ. കാര്യം ബിറ്റ്കോയിൻ നല്ലൊരു മൊമെൻറ്റം കാണിക്കാൻ നിൽക്കുവാണ്. സോ മാർക്കറ്റിലെ ഫണ്ട് മുഴുവൻ ബിറ്റ്കോയിനിലോട്ട് വരാനാണ് സാധ്യത. അൾട്ട് മാർക്കറ്റ് ബ്ലീഡ് ആവും. ആ ഒരു അൾട്ട് മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വലിയ രീതിയിലല്ല. ഒരു ഡിപ്പ്, നിങ്ങൾക്ക് അടുത്തൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ചെറിയൊരു റീട്രേസ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് മാർക്കറ്റിലെ പൊതുവെയുള്ള അപ്ഡേറ്റ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതിൽ ഇപ്പം ഞാൻ ചെയ്ത ഈ ഒരു പ്രഡിക്ഷനും കാര്യങ്ങൾക്കും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും ഞാൻ അത് ഇടുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാര്യം നമ്മുടെ മാർക്കറ്റിൽ എപ്പോൾ നടക്കുന്ന മൂവ്മെൻറ്റും ഞാൻ ആദ്യം അറിയിക്കുന്നത് ടെലിഗ്രാം ചാനലിലായിരിക്കും. അതുപോലെ ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റും ബിറ്റ്കോയിൻ അപ്ഡേറ്റും കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.